പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ഈശോയെ, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ ദിവസം ഈ പുലരി കാണുവാൻ ഇടയാക്കിയതിന് നന്ദി പറയുന്ന ഈശോയെ, ഒത്തിരിയേറെ ആൾക്കാർ അക്ഷമരായി ആകാംക്ഷയോടെ ഈ ദിവസങ്ങൾ കപാസനത്തിലുണ്ടായിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഈ കുരിശിൻ്റെ ആശീർവാദം അമ്മേൻ്റെ പുറകെ നിൽക്കുന്ന മക്കളെ നിങ്ങളെ ആശീർവദിക്കുന്നതിന് വേണ്ടി, അമ്മ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കണ്ണുനീര് ഇന്നത്തെ ദിവസം അമ്മ പ്രത്യേകമായ കൃപ നൽകി അനുഗ്രഹം നൽകിക്കൊണ്ട് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സങ്കടങ്ങളിൽ നിന്നും രോഗ അരിഷ്ടതകളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാൻ അമ്മ മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവെ, എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളമാണ് 2004 അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ. അത് ഏറ്റെടുത്തപ്പോൾ ദൈവം മഹത്വപ്പെട്ടതിൻ്റെ തുടർ ദൈവാനുഭവങ്ങളാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന സഹസ്രക്കണക്കിന് സാക്ഷ്യങ്ങൾ. എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും
അത് അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ നിമിഷം ആവശ്യിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് സമാധാനം ആശംസിക്കുക. നിങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെയും പ്രത്യക്ഷീകരണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ പുനഃസമർപ്പണം ചെയ്യുക. ആ പുനഃസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിലെ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും എല്ലാവരും ഇവിടെ ഇന്ന് ഇക്കാര്യങ്ങളിലെല്ലാം സാക്ഷ്യം പറയണത് ഞങ്ങൾ ഈ ജീവിതം ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടതേ ഉള്ളൂ. ഞാൻ കുറച്ച് മുമ്പ് അൽത്താര എന്ന സമയത്ത് കേട്ട സാക്ഷ്യം എന്ന് പറയണത് ഈ ജീവിതകാലം മുഴുവനും ഉടമ്പടി ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഉടമ്പടി എന്നാണ്. അത് ഉടമ്പടി ആണ് ജീവിതമെന്ന് പറയുന്നവരുണ്ട്. എനിക്കിനി ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ചിന്തിച്ചതിനേക്കാളും അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാളും എന്തുമാത്രം വലിയ ആഴത്തിലാണ് മനുഷ്യർ അനുഭവിച്ചതെന്ന് ഓർക്കും. കർത്താവേ, അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിന്ന് നിങ്ങളുടെ കൂടപ്രഭുക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഞാൻ ഈ നിമിഷം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങൾ ഈ ആഴ്ച ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, ഈ മാസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയിട്ട് ഇതെങ്ങനെ ചെയ്ത് ഒപ്പിക്കും അവസാനിപ്പിക്കുമെന്ന് വിഷമിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് പരിശുദ്ധമ്മ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസങ്ങളിലെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളിലും തീരെ ശാരീരികമായ വേദനകളിലും ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ശരീരം മുഴുവൻ ഊത്തറുള്ളവർ, ത്വക്ക് രോഗികൾ, കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ കുളിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ മറ്റുള്ളവരെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവർ നിങ്ങൾ ആരെക്കുറിച്ചെങ്ങാണ് ഓർക്കുന്നത് അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശക്തിയുടെയും കൃപയുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ ചൈതന്യം ഈ മാസം മുഴുവനും നിറഞ്ഞു നിൽക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ എല്ലാ നിയോഗങ്ങളും കർത്താവിട്ടെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദൈവം നിന്നെ മാറ്റുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്വരശ്വരം നീക്കുവാമേ. കടലോരത്തൊക്കെ കായല് മുറിക്കുമ്പോൾ കായലിലെ ജലം വലിയ ജലപ്രവാഹമായി കടലിലേക്ക് എത്തിച്ചേരുന്ന പോലെയാണ്. മാതാവിനെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ദിവസം പരിശുദ്ധമ്മയെ കാണാനും പ്രാർത്ഥിക്കാനും ജനങ്ങളെ കൃപാസനത്തിൽ വരുന്ന കഴിഞ്ഞ പോലും ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുകളുണ്ടായിരുന്നു. ഞെരുക്കം, അപകടകരമായ ഞെരുക്കം. ഇപ്രാവശ്യം നമ്മളത് പല സ്ഥലങ്ങളിലേക്ക് ശുശ്രൂഷകളെല്ലാം നിർത്തി ഒരു മാതാവിനെ കണ്ട് ശാന്തവും സൗമ്യമായി അവരുടെ സങ്കടങ്ങളും നന്ദിയും ഒക്കെ പറഞ്ഞ് ആൾക്കാരെ തുറന്നു തൊട്ട് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാത്തിലും നന്ദി പറയുന്ന ഒരു കൃതജ്ഞതാ ദിനം കൂടിയാണിന്ന്. എനിക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട്. കാരണം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകവ്യാപകമായ രീതിയിൽ സഭ ഔദ്യോഗികമായി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുമ്പോൾ ലോകത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കും ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. എത്ര ദുരന്തങ്ങൾ അതിനുശേഷമാണ് ദുരന്തങ്ങളെല്ലാം വരാൻ തുടങ്ങിയത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7 ആണെങ്കിലും അടുത്ത
ജനുവരി ഡിസംബർ ആ മാസത്തിന് 26-ാം തീയതി ആയപ്പോഴാണ് സുനാമി വന്നത്. പിന്നെ നമുക്കറിയാം ചിക്കൻ ഗുനിയ, 2006 ചിക്കൻ ഗുനിയ, 2009-12 നിപ്പ വൈറസ്, അതിനിടയ്ക്കുള്ള ദുരന്തത്തിൻ്റെ ഇടക്കാല ദുർമുഖം പോലെ തക്കാളിപ്പനികളും പക്ഷിപ്പനികളും, പിന്നീടത് നമ്മളെത്തി ഇത് 18 മഹാപ്രളയം, അതിനുശേഷം 19 കോവിഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകളൊക്കെ ദുരന്തമായിട്ട് ഇപ്പോഴും നമ്മുടെ മേഖലകളൊന്നും ഇപ്പോഴും ഉണർന്നു വന്നിട്ടില്ലല്ലോ. കടക്കാരുകളെല്ലാം കമ്പോളങ്ങളെല്ലാം ഇപ്പോഴും കടക്കണിയിലാണ്. ആ 2 കൊല്ലം കച്ചവടം ഉണ്ടായിരുന്ന കച്ചവടം പൂട്ടിയതിൻ്റെ പേരിൽ പലിശ ഗവൺമെൻറ്റോ അതുപോലെ തന്നെ ബാങ്കോ പലിശ ഒന്നും ഇളവ് ചെയ്ത് കൊടുത്തില്ലല്ലോ. അതിൻ്റെ പേരിൽ പലിശക്ക് പലിശയായിട്ട് എന്തുമാത്രം മനുഷ്യരാണ്. അതിൽ നിന്നും കരകയറിയിട്ടില്ല. അതിൻ്റെ സങ്കടങ്ങളൊക്കെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അത് ദുരന്തമായി പോവുകയാണ്. ഈ ഒരു കാലത്താണ് അമ്മ ആശ്വാസത്തിൻ്റെ ഒരു പച്ചത്തുരുത്ത് പോലെ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വലിയ വലിയ അനുഗ്രഹം തന്നത്. അത് അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ അകത്ത് അഭിഷേകത്തോടെ മുഴുകിയവരെല്ലാവരും എല്ലാ ക്രൈസിസിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. പലരും അത് ഒരു അനുഷ്ഠാനം പോലെ എടുക്കുകയും വളരെ ഇക്കോണമിക്കായിട്ട് അതിനെ കാണുകയും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ദൈവമായിട്ടുള്ള ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം അത് അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കാണ് അല്പമെങ്കിലും അധ്യയനം വരൾച്ച വന്നത്. ബാക്കി എല്ലാവരും പറഞ്ഞ സാക്ഷ്യങ്ങൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് ലൂക്കാസ് വിശേഷം 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത അത് ഉടമ്പടിയിലാണ് നമ്മൾ ശരിക്കും അനുഭവിക്കുന്നത്. ഉടമ്പടി നിർത്താത്ത ഒരു ക്രിസ്മസ് അനുഭവമാണ്, ഒരു രക്ഷാനുഭവമാണ്. എല്ലാ മനുഷ്യരും ഉടമ്പടി ചെയ്യുന്ന എല്ലാ തരം മനുഷ്യർക്കും ദൈവം വലിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ല ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും, നിങ്ങൾക്കിവിടെ വരാൻ കഴിഞ്ഞില്ല എന്നെങ്കിലും നിങ്ങൾ വിഷമിക്കരുത്. ഞങ്ങൾ ഇന്ന് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ നടക്കുന്ന എല്ലാ പരിശുദ്ധ കുർബാനകളിലും ആരാധനകളിലും എല്ലാം ഞങ്ങൾ ഓർക്കും. പിന്നെ വീടിൻ്റെ മെയിൻ്റെനൻസ് 2 വർഷമായിട്ട് ഞങ്ങളുടെ കിച്ചൻ്റെയും ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെയും മെയിൻ്റെനൻസ് വളരെ മോശമായി കിടക്കുമായിരുന്നു. അതൊന്ന് ചെയ്യാനായിട്ട് 3-4 പ്രാവശ്യം പൈസ സുരുക്കൂട്ടി വയ്ക്കും, പക്ഷെ നടക്കില്ല. ഉടമ്പടിയിൽ ഞാൻ അതും വെച്ചിരുന്നു. അപ്പോൾ അത് ഉടമ്പടിയിൽ വെച്ച് പിറ്റേ ആഴ്ച തന്നെ ഞങ്ങൾ വിചാരിച്ചതിലും നല്ല മോഡേണായിട്ട് നല്ല രീതിയിൽ നമുക്ക് ചെറുതായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ നല്ല രീതിയിൽ അത് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അത് കാര്യങ്ങളും നടന്നു. പിന്നെ ഞാൻ എൻ്റെ മകന് വേണ്ടി വിദേശത്ത് പോകാൻ അവനെ ആഗ്രഹിച്ചിരുന്നു. അവനെല്ലാ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ടും ഒന്നും പാസ്സാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവന് 2 ഇൻ്റർവ്യൂ അവൻ പാസ്സായി. ആദ്യത്തെ ഓഫർ ലെറ്റർ വന്നു. വിസ അടിക്കാനുള്ള എല്ലാ പേപ്പേഴ്സും കൊടുക്കാറായപ്പോൾ അവന് ഭയങ്കര ടെൻഷൻ. മമ്മി ഞാൻ പോകുന്നില്ല, ഞാൻ നാട്ടിൽ തന്നെ നിൽക്കാൻ പോകണമെന്ന് പറഞ്ഞു. അവൻ പേപ്പേഴ്സൊന്നും കൊടുത്തില്ല. അപ്പോൾ ആ വിസ ക്യാൻസലായിപ്പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അവരിത്ര ആഗ്രഹിച്ച് ഞങ്ങളെ മോഹിപ്പിച്ചു. ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു അവനോട് ഇങ്ങനെയൊന്നും, പക്ഷെ അവൻ തന്നെ ഞങ്ങളെ മോഹിപ്പിച്ചതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് സങ്കടപ്പെട്ട് അവനെയും കൊണ്ടുവന്നു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യം തന്നെ 2 കെട്ട് പേപ്പർ വാങ്ങിച്ചു. അത് ഞാൻ ഓരോ സ്ഥലത്തും കൊണ്ടുവന്ന് അപ്പം തന്നെ കൊടുത്തു തീർത്തു. പിറ്റേ ദിവസം ഞാൻ വൈകുന്നേരം ഓടി വന്നിട്ട് 10 കെട്ട് പേപ്പറും കൂടി വാങ്ങിച്ചു. ഞാൻ പറഞ്ഞ്
ഞാൻ ഈ പേപ്പർ എൻ്റെ വണ്ടിയുടെ ഡിക്കിയിലും എൻ്റെ ബാഗിലും നിറച്ചും പേപ്പർ. ഞാൻ പറഞ്ഞു എൻ്റെ ചോറ് വെക്കുന്ന ബാഗിൽ ഇനി ഞാൻ ചോറ് വെക്കണമെങ്കിൽ ഞാൻ ഈ പേപ്പർ മുഴുവൻ കൊടുത്ത് തീർത്തിട്ടേ ഞാൻ ചോറ് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ 4-5 ദിവസം കൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ പള്ളിയുടെ ഞാൻ പോകുന്ന വഴികളിലുള്ള ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ ഓരോരുത്തരുടെയും കയ്യിൽ, അതല്ലാതെ അവിടെ ഇവിടെ കൊണ്ടുപോയി ഇടുകയോ വേറൊരു തരത്തിലും ചെയ്യാതെ ഓരോരുത്തരുടെയും കയ്യിൽ ഞാൻ ഈ ഓരോ പത്രം കൊടുത്തു കഴിഞ്ഞു. ഞാൻ എന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം വരുന്ന വഴിക്ക് പള്ളിയിൽ കയറി കുർബാന കണ്ടിട്ടേ വരുവുള്ളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഈ 2ാമത്തെ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ HR അവനെ ഡയറക്റ്റ് ദുബായിൽ നിന്ന് വിളിച്ചു. നീ എന്താണ് ഏജൻസി വഴി നീ റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവന് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ ആവശ്യമില്ലാത്ത ഒരുപാട് ഡിമാൻഡ്സ് അങ്ങോട്ട് വെച്ചു. എനിക്കത് കിട്ടണം ഇത് കിട്ടണം എന്നൊക്കെ. പക്ഷേ ആ HR ഇവൻ പറയുന്ന ആഗ്രഹങ്ങൾ മുഴുവൻ സമ്മതിച്ചു കൊടുത്തു. അതിനുശേഷം അവൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് വരാൻ താല്പര്യമില്ല, എൻ്റെ കൂട്ടുകാരനെ കൂടി കൊണ്ടുപോകണം, എന്നാലും ഞാൻ വരുവുള്ളൂ എന്ന് പറഞ്ഞു. ആ കാര്യവും മാതാവിൻ്റെ ശരിക്കും അവിടെ പ്രവർത്തിച്ചു. ആ 10 കെട്ട് പേപ്പർ 12 കെട്ട് പേപ്പർ ടോട്ടലി ആ കൊണ്ടു നടന്ന് ഞാൻ അത്ര ഒരു യാചകയെ പോലെ ഞാൻ എല്ലായിടത്തും കൊണ്ടുനടന്ന് കൊടുത്തതിൻ്റെ ഫലമായിട്ട് ആ മനുഷ്യൻ ഇവൻ പറയുന്ന എന്താണോ അതെല്ലാം ആ മനുഷ്യൻ സമ്മതിക്കുകയാണ്. ആ HR അത്രയും വലിയൊരു മനുഷ്യൻ. അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇത്രയും വലിയൊരു മനുഷ്യനെ നീ എന്താ കളിപ്പിക്കണേണാന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ഞങ്ങൾക്ക് ഏജൻസി വഴിയെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് രൂപ ഞങ്ങൾക്ക് ചിലവ് വരുമായിരുന്നു. ഡയറക്റ്റ് വിസ ഫ്രീ വിസ അവന് കഴിഞ്ഞ ആഴ്ച അയച്ചു കൊടുത്തു. ഇന്നലെ ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്തു. ചൊവ്വാഴ്ച ടിക്കറ്റും റെഡിയായി. ഇന്ന് ഞങ്ങൾ മാതാവിന് നന്ദി പറയാൻ വേണ്ടി വന്നാണ്. കൂടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും കൂടി വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ കാത്തു നിൽക്കുകയാണ്. യേശുവേ നന്ദി. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ മാതാവിന് ഒരുപാട് നന്ദി. ഇത് ഞാൻ 2014 മുതൽ ഞാനിവിടെ വരുമായിരുന്നു. അന്ന് ഇവൻ +2 പഠിക്കുകയായിരുന്നു. ആ +2 പഠിക്കുന്ന സമയത്ത് അവൻ നന്നായി പഠിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് അങ്ങോട്ട് ഉഴപ്പിപ്പോയി. ആ സ്കൂൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ്. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി +2 നല്ല മാർക്കോടെ പാസ്സായി. BTech അവൻ പാസ്സായി. ഇപ്പോൾ അവന് മാതാവ് നല്ലൊരു ജോലിയും കൊടുത്തു. കുഞ്ഞിലെ മുതലേ അവൻ മാതാവിൻ്റെ ഭക്തനുമാണ്. അമ്മയ്ക്ക് 1000 നന്ദി. ഞാൻ എല്ലാ ദിവസവും ഞാൻ ഒരു 2 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ മുഴുവൻ വായിച്ചു. 3ാമത് വായിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബ പ്രാർത്ഥന ഞങ്ങൾക്ക് മുടങ്ങിക്കിടന്നിരുന്നു. അതായിരുന്നു ഞങ്ങളെ ഏറ്റവും വലിയ ദോഷം. ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥനയിലുള്ളായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി ഓൺലൈനല്ല, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. രാവിലെയും രാത്രിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പേര് റോസമ്മ വർഗീസ്. ഞാൻ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ 2019 ജൂലൈ 11-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. അതിനുശേഷം ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ, ഞാൻ കൂടുതൽ ദൈവവിശ്വാസിയാകുകയും എന്നും പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും കുർബാന കഴിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ മൂത്ത മോൾക്ക് ജോലിയില്ലാതെ 5-6 വർഷമായി വിഷമത്തിലായിരുന്നു. മാതാവിൻ്റെ സഹായം കൊണ്ട് അവൾ ദുബൈയിൽ പോവുകയും അവൾക്ക് ജോലി നല്ല ശമ്പളത്തോടു കൂടിയ ജോലി കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ അവിടെ മോക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, കാല് പൊട്ടി. സ്കൂളിലൊക്കെ പോയി പരീക്ഷ എഴുതാൻ പറ്റത്തില്ല, ബുക്കിനകത്ത് എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയെ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം എൻ്റെ കുഞ്ഞിന് എഴുതാനും പരീക്ഷ എഴുതാനും സാധിപ്പിക്കണേ എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി അവൻ്റെ കൈ സുഖപ്പെടുകയും അവൻ ഇപ്പം നല്ല പരീക്ഷ എഴുതുന്നു, അവന് നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ 2ാമത്തെ മോള് അമേരിക്കയിലാണ്. അവൾക്ക് പിന്നെ കല്യാണം കഴിഞ്ഞ് 8 വയസ്സുള്ള ഒരു മോളുണ്ട്. ഇളയതൊരാൺകുഞ്ഞില്ലാഞ്ഞ് അവൾ എന്നും കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മേ മാതാവേ അവളെ അനുഗ്രഹിക്കണേ, അവൾക്കൊരു ആൺകുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി എൻ്റെ മോൾക്ക് ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു. അതിപ്പോൾ 2.5 വയസ്സായി. അത് അടുത്ത വർഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മോന് ഇപ്പോൾ 25 വയസ്സായി. അവന് ജോലിയില്ല.
ജോലിയില്ലാതെ ബുദ്ധിമുട്ടി 2 വർഷം അലഞ്ഞ് നടന്നു. അന്നേരം ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ മാതാവേ, എൻ്റെ കുഞ്ഞിനൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നതിൻ്റെ ഫലമായി അവന് ദുബൈയിൽ പോയി 3 ഇൻ്റർവ്യൂ നടന്നു. മാതാവ് എല്ലായിടത്തും ചെന്ന് സഹായിച്ച് 3 അവൻ പാസ്സായി. അന്നേരം കൂടുതൽ ശമ്പളം കിട്ടുന്നിടത്ത് അവൻ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പം 3-4 വർഷമായി. അതുപോലെ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ആ കാശുരൂപം ബെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ അവിടെയും വെച്ചു, മാതാവിൻ്റെ അവിടെയും തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ജോലി കിട്ടിയത്. അതുപോലെ തന്നെ എനിക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതെല്ലാമായിരുന്നു, കൂടി വന്നു. അമ്മയെ മാതാവെ സൗഖ്യപ്പെടുത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ എല്ലാ രോഗങ്ങളും നോർമലായി തന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളമില്ല. പൈപ്പ് എടുത്തു, പൈപ്പിനകത്ത് കലക്ക വെള്ളമാണ് വരുന്നത്, ക്ലോറിൻ്റെ ചെവിയോ. അങ്ങനായി ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ച ഉപ്പ് തൊട്ടിക്കകത്ത് വെള്ളമെടുത്ത് ഈ ഉപ്പ് കലക്കി വിശ്വാസപ്രമാണം ചൊല്ലി കിണറ്റിലൊഴിച്ചു. ഇപ്പം കിണർ നിറച്ച് വെള്ളം, അതോ കണ്ണുനീര് പോലുള്ള നല്ല വെള്ളം തരുന്നു. അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നതിന് അതുപോലെ പല ഇതും ഞങ്ങൾക്ക് പല അനുഗ്രഹങ്ങളും തന്നു. എൻ്റെ ചേട്ടത്തിയുടെ കൊച്ചുമോന് ജോലി ഇല്ലാതിരുന്നു. അവന് എൻട്രൻസ് പാസ്സായി. അവന് നല്ല മാർക്കോടുകൂടി പാസ്സായി. അവന് അമേരിക്കയിൽ ജോലി കിട്ടി. അങ്ങനെ പല ഉപകാരങ്ങളും എൻ്റെ യേശുവിനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. യേശുവിനും പരിശുദ്ധാത്മ യഹോവയ്ക്കും കോടാനുകോടി നന്ദി, സ്തുതിയും സ്തോത്രവും മഹത്വവും അർപ്പിക്കുന്നു. മാതാവിന് ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഒരു ദിവസം എൻ്റെ മാതാവ്, ഞാൻ ഈ പത്രം കൊണ്ടായിരുന്നു പള്ളിയിൽ പോയത്. കുറേ പത്രം അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ ആ പടി കയറിപ്പോയപ്പോൾ മാതാവ് എൻ്റെ കൂടെ, ഒരു സ്ത്രീ എൻ്റെ കൂടെ വന്ന് പറഞ്ഞു, പിന്നെ അതിലേ പോകല്ലേ, തെന്നി വീഴും. അന്നേരം ഞാൻ പിന്നെ ആ അമ്മയോട് ആ ചേച്ചിയോട് ആ മോളോട് ചോദിച്ചു, മോളെ എവിടുന്നാണ് വരുന്നത്? ഇവിടെ അടുത്തുള്ളതാ മോളെ. എന്നാ കൃപാസന പത്രം ഒന്ന് മോള് വാങ്ങിച്ചു. അന്നേരം പറഞ്ഞ് പള്ളിയിൽ കൊടുക്കുക, എൻ്റെ ആലയത്തിൽ നിന്ന് ഞാൻ തന്നുവിടുന്ന പത്രമായത്, അതുകൊണ്ട് മോള് കൊടുക്കുമെന്ന് പറഞ്ഞു. അവിടെ കൊടുത്തു. അതെല്ലാം കൊടുത്ത് തീർത്തു. അവിടെ പള്ളിയിൽ കൊണ്ടുവന്ന് എല്ലാവരും വാങ്ങിച്ചു. അന്നേരം ഞാൻ ആ പള്ളി കയറാൻ നേരം ഈ സ്ത്രീ എന്തിയെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ സ്ത്രീ അപ്രത്യക്ഷമായി. ഞാൻ കണ്ടില്ല, ചെരുപ്പ് ഊരിവിട്ടിട്ട് നോക്കിയിട്ട് കണ്ടില്ല. അന്നേരം ഞാൻ മനസ്സ് കണ്ട് ഈ മാതാവ് എനിക്ക് കൂടെ വന്ന് എൻ്റെ കാര്യം സഹായിച്ച് ധരിപ്പിച്ച്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെയും വൈകിട്ടും വെളുപ്പം കാലത്ത് എന്നും പ്രാർത്ഥിക്കും. രാവിലെ സന്ധ്യയ്ക്കും പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ വരും. കണ്ണടയ്ക്കുമ്പോൾ അമ്മ വന്ന് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് കാണും. യേശുവും കുഞ്ഞുമായിട്ട് നിൽക്കുന്നത് കാണും. യേശു കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നത് ഞാൻ കാണും. ഒന്നും സംസാരിക്കത്തില്ല. അന്നേരം എൻ്റെ പേടി എല്ലാം പോവും. ഞാൻ വിധവയായിട്ട് വീട്ടിൽ താമസിക്കുക തന്നെ. ആയതുകൊണ്ട് ഭർത്താവ് മരിച്ചുപോയി, അറ്റാക്ക് വന്ന് മരിച്ചുപോയി. പിന്നെ ഞാൻ താമസിക്കുക. എനിക്കതുകൊണ്ട് ഒരു പേടിയില്ല. അമ്മ യേശു എനിക്ക് കാവലാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. യേശുവിനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ മുന്നോട്ട് എൻ്റെ താങ്ങുന്ന ഞങ്ങൾക്ക് കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന മാതാവ് യേശു മുഖേന മാതാവാണ്. ഇത്രയും നടത്തിയ മാതാവിൻ്റെ കോടാനുകോടി